ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. സ്ട്രെങ്തും ഡെവിളും വന്നിട്ടുണ്ട്. എന്തോ ഒരു മോചനത്തിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളിലുണ്ടായിരുന്ന എന്തോ ഒരു എനർജി അല്ലെങ്കിൽ വേണ്ടാത്തൊരു ഹാബിറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോയി നിങ്ങളുടെ സ്ട്രെങ്തിലേക്ക് വരുന്നു എന്നാണ് ആദ്യം തന്നെ കിട്ടിയത്. നമുക്ക് നോക്കാം. നമുക്ക് ബാക്കി കാർഡ്സ് കൂടെ എടുത്തിട്ട് നമുക്ക് Seven of Wands, Eight of Cups, Ten of Wands, Eight of Coins. ബോട്ടം വന്നിട്ടുള്ളത് 10 of Cupsന്റെ എനർജിയാണ്. ഇതിൽ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഡബിൾ കാർഡാണ്. അപ്പം ചിലപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടായിരുന്ന അമിതമായ ഭയമോ ആശങ്കയോ ഒക്കെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഷാഡോ ഹീൽ ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് അത് നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്താണ് എന്നെ പിറകോട്ട് വലിക്കുന്നത്, എൻ്റെ ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യുന്നത് എന്ത് കാര്യമാണ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില ഹാബിറ്റ്സ് ആയിരിക്കാം, ചില സൗഹൃദങ്ങൾ അതുകൊണ്ടായിരിക്കാം, ഇപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ചില റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അതുകൊണ്ടായിരിക്കാം കേട്ടോ. അത് നിങ്ങളുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, ചില ബന്ധങ്ങൾ നിങ്ങൾ ഒരു കെട്ടിൽ കിടക്കുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ സ്വയം തിരിച്ചറിയുക, ഇത് എൻ്റെ സാഹചര്യമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ചില വിശ്വാസങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, നമുക്ക് വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശരിക്കും ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തിരിച്ചറിയുന്ന ഒരു കാര്യം വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഷാഡോ സെൽഫ് ഹീൽ ചെയ്യുന്നു. ഇപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ചധികം നമുക്ക് വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളുടെ വീട്ടിലോ നമ്മളിലോ ഉണ്ടായിരിക്കും. അത് നമ്മളൊന്ന് കണ്ടുപിടിക്കുക. എന്താണ് നമുക്ക് വേണ്ടാത്തതെന്ന് കണ്ടുപിടിക്കുക. അത് ഇപ്പോൾ ഞാൻ എല്ലാ തവണയും പറയുന്നത് പോലെ ഈ ഒരു കാർഡ് വരുന്നത് കൊണ്ട് പറഞ്ഞതാണ്. കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. കല്ലുപ്പ് പൊടിച്ചതൊന്ന് ബോഡിയിൽ സ്ക്രബ് ചെയ്ത് ഒന്ന് കുളിക്കുക. കല്ലുപ്പിട്ട വെള്ളം കൊണ്ട് വീടൊന്ന് തുടയ്ക്കുക. ഈ കുന്തിരിക്കം പോലെയുള്ള ബുഹൂർ പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ അതിന് വീട് പുകയ്ക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളതെടുത്ത് കളയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ക്ലെൻസ് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ വിട്ട് കളയണം എന്നാണ് ഇന്നത്തെ ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നത്. ഇതിൽ സ്ട്രെങ്ത് ആണ്. നമ്മളുടെ സ്ട്രെങ്ത് തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയണം. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ഉണർത്താൻ ശ്രമിക്കുക. ഈ നമ്മളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം.
കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതിനാണ്. അപ്പം നമുക്ക് എന്ത് പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നാലും അതൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും. പ്രശ്നങ്ങൾ വരൂല എന്നുള്ളതല്ല കാര്യം. നമ്മുടെ ജീവിതത്തിൽ ജീവിത അവസാനം വരെ നമ്മളിങ്ങനെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് വേറെ നമുക്കത് അയ്യോ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, ഉപാസനകൾ ചെയ്യുന്നുണ്ടോ ഒന്നും നമുക്ക് പ്രശ്നങ്ങൾ വരൂല എന്നുള്ളതല്ല. പക്ഷെ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ നിങ്ങൾ കാരണം നമുക്ക് നമ്മുടെ ഉള്ളിൽ നല്ല പവറുണ്ട്. ഇപ്പോൾ പല സ്പിരിച്വലായിട്ടുള്ള പല ആൾക്കാരും പല അത്ഭുതങ്ങൾ നടത്തുന്നത് നിങ്ങൾക്കറിയാം. ഈ അത്ഭുതങ്ങളൊക്കെ നടത്തുന്നത് അവരുടെ സാധനകൾ കൊണ്ടാണ്. അവര് പിന്നെ പാസ്റ്റിൽ നിന്നും അവർ കൊണ്ടുവന്ന പല ശക്തികളും കഴിവുകളും. ഇപ്പോൾ ഓരോരുത്തർക്കും അതുപോലുള്ള പല ശക്തിയും കഴിവും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമാണ്. അപ്പം നിങ്ങൾ അത് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. 7 ഓഫ് വാൺസിൻ്റെ എനർജി ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് കേട്ടോ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. നമ്മളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുക. നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഈ ഒരാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ചെയ്താൽ ഗുണമുണ്ടോ, അത് നമ്മളൊന്ന് ചെയ്ത് നോക്കുക. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം അത് ഫോളോ ചെയ്യുക. ആദ്യം അതൊന്ന് നമ്മളൊന്ന് 1 or 2 തവണയോ അത് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇന്നൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആളായിട്ട് തീരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരും. കാരണം നിങ്ങൾക്കൊരു മുന്നേറ്റമാണ് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഇന്ന് ചില ആൾക്കാർ നിങ്ങളോടൊരു മത്സരമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് ഇപ്പോൾ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിച്ച് നിർത്താൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട. പക്ഷെ പലപ്പോഴും നമ്മളൊന്ന് സംയമനം പാലിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്ന് നിങ്ങളുടെ ഊർജ്ജം ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നിങ്ങളുടെ എനർജി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ആൾക്കാരോട് നമുക്ക് വേണ്ടാത്ത സംസാരങ്ങൾ, നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന സംസാരങ്ങൾ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. അത് അങ്ങനെ സംസാരിക്കാതിരിക്കുക. ഇന്ന് നമ്മളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ആവശ്യമില്ലാത്ത ആൾക്കാരോടുള്ള കൂട്ടുകൂടലോ പുറത്തു പോകലോ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനിയൊക്കെ ഇന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. 8 of കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടതായാലും അതൊരു കാലഘട്ടം കഴിയുമ്പോൾ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും. നമുക്ക് വേണ്ടതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളത് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഗ്രോത്തിനെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ വിട്ടിട്ട് പോകും. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ചില കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും, നമുക്കത് വിട്ടുകൊടുക്കാൻ ഒട്ടും തന്നെ താല്പര്യം ഇല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പം അത് നമ്മൾ ഇങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവണം. നമ്മൾ തിരിച്ചറിയും, ഇത് എൻ്റെ ആവശ്യമില്ലല്ലോ, ഈ ഒരു കാര്യം എനിക്ക് വേണ്ടാത്തതാണല്ലോ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയും. അപ്പോൾ പഴയ ചില കാര്യങ്ങൾ, ഓവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും. നമ്മൾ ചില അറ്റാച്ച്മെൻറ്റിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ വിട്ടുകളയണം എന്നാണ്. അപ്പോൾ അത് അങ്ങനെ വിട്ടുകളയുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരു ഹയർ പർപ്പസിലേക്ക് നിങ്ങൾ പോകുന്നു. ചില കാര്യങ്ങൾ വിട്ടുകളയുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ വിട്ടുകളയാമെന്നൊരു തോന്നൽ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്നൊരു ചിന്ത, അത് ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനോ ഒക്കെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളിപ്പോൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം എടുക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു വ്യക്തിയോ സാഹചര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്തയോ ഒക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു നിങ്ങൾ വിട്ടുകളയാതെ പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പം അത് വിട്ടുകളയുന്നു എന്നാണ് കാണുന്നത്.
പിന്നെ 10 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് ഇതിൽ. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, പക്ഷേ ഇത് ഞാൻ മാത്രമേ ഉള്ളൂ ചെയ്യാനെന്നുള്ളൊരു ചിന്തയിലാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒന്നും കൊടുക്കണില്ല. നിങ്ങളുടെ ഫാമിലിയുടെ ഫുള്ള് ഉത്തരവാദിത്വം നിങ്ങൾ മാത്രം ചെയ്യാൻ, നിങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയല്ല, നിങ്ങൾ അമിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറേ കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങൾ അത് നിങ്ങൾ വിട്ടുകൊടുക്കുക. ഒറ്റയ്ക്ക് ചുമക്കേണ്ട ഒരു കാര്യമില്ല, അത് മനസ്സിലാക്കുക. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം, അത് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക. പിന്നെ ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല കാര്യങ്ങളും നമ്മളായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ, മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളുടേതാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും മറ്റുള്ളവരതങ്ങ് നമ്മളുടെ തലയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് നമ്മൾ പതിയെ അത് അവരവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവരവരിലേക്ക് തന്നെ എത്തിക്കുക. നമ്മളത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. എന്നൊന്ന് വിശ്രമിക്കുന്നത് നല്ലതായിരിക്കും, ഇന്നൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇത് 8 ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ്. അപ്പം ഇതിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്കൊരു വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്നു, അത് ചെറിയൊരു കാര്യമായാൽ പോലും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹീലിംഗ് പോലെയുള്ള കാര്യം, പ്രാർത്ഥന പോലെയുള്ള കാര്യം, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യം, ഒരു 10 മിനിറ്റ് ആയാലും നിങ്ങൾ സ്ഥിരം അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നാണ് കാണുന്നത്. അപ്പം അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ശക്തമായ ഒരു കാര്യം ഉണ്ടാക്കാൻ ഇത് സാധിക്കും. അതിനൊരു അടിത്തറ ഉണ്ടാക്കാൻ ഇത് സാധിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് സമയമല്ലേ നമ്മൾ ചെയ്യണുള്ളൂ, എന്നാലും സാരമില്ല, കുറച്ച് സമയമായാലും എല്ലാ ദിവസവും നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഡയറ്റ് എടുക്കും, അപ്പോൾ ഒരു 1-2 മാസം ഡയറ്റ് എടുത്താലും നിങ്ങൾക്കത് ഒരു ഫലം കാണുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഫലമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാരായാലും ഫലം കാണുന്നില്ല എന്ന് വിചാരിക്കാതിരിക്കുക, ഫലമുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് ധൈര്യമായിട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ ഇരിക്കും എന്നുള്ളതാണ്. നമുക്കൊരു ആത്മസംതൃപ്തിയൊക്കെ വരാം. കാരണം തിരിച്ചറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ വിട്ടുകളയേണ്ട കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് വളരെ സ്വസ്ഥമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. കാരണം ഫാമിലിയോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിനൊരു ശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ്. നമ്മളുടെ ഹൃദയം പറയുന്നത് കേട്ട് ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് വളരെ നല്ലതാണെന്നുള്ളതാണ്. അപ്പോൾ പുറത്ത് എന്തൊക്കെ സംഭവിച്ചാലും അപ്പം നമ്മുടെ യഥാർത്ഥ സന്തോഷം ഉള്ളിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇന്ന്. പിന്നെ അതിൽ നമുക്ക് ഇന്ന് ഇതിൽ നിന്നുള്ള ഗൈഡൻസ് എടുക്കാം. ഈ ഒരു കാർഡിൽ നിന്നുള്ള ഗൈഡൻസ് എടുക്കാം. കാസ്റ്റിലാണ് വന്നിട്ടുള്ളത്. ദ എംപ്റ്റി റൂം വന്നിട്ടുണ്ട്. ദ ടെമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം വന്നിട്ടുള്ളത് ദ കാസിലാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇതിൽ കണ്ട് നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു കോട്ടയാണ്, അത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഒക്കെ വരാനുണ്ട് എന്നുള്ളതാണ് ഈ ആദ്യം തന്നെ ഡബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വാർണിംഗ് ആയിട്ടാണ് ആ ഡബിൾ കാർഡ് വന്നത്. നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. വിട്ടുകളയേണ്ട ചില കാര്യങ്ങൾ, ചില സൗഹൃദങ്ങളോ ചില ഓർമ്മകളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ വിട്ടുകളയണമെങ്കിൽ അത് വിട്ടുകളഞ്ഞ് നിങ്ങളുടെ എനർജിയെ ഇന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് കാണുന്നത്. അതായത് ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കണം. അതും നമ്മൾ ആദ്യം തന്നെ കണ്ട കാര്യമാണ്. നമ്മളുടെ ഇപ്പം നമ്മളുടെ സംരക്ഷണം നമുക്ക് തന്നെ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടൊരു കോട്ട ഉണ്ടാക്കി. കാസിൽ എന്ന് വെച്ചാൽ ഒരു കോട്ടയാണ്. അത് നമ്മളുടെ ഉള്ളിൽ ഇതിലൊരു തേർഡ് ഐ ഒക്കെ ഉണ്ട്. അപ്പോൾ
നമ്മളുടെ ഇതിൽ നമുക്ക് തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മളെ മറ്റാരും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, കാരണം നമ്മളുടെ ഉള്ളിൽ തന്നെ അത്രയും ശക്തി ഉണ്ടെന്ന് സ്ട്രെങ്തും വന്നിട്ടുണ്ട്. സ്ട്രെങ്ത് കാർഡും പറയുന്നുണ്ട്, നമ്മളുടെ ഉള്ളിലുള്ള ശക്തി ഉപയോഗിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. നമ്മളുടെ എനർജി മറ്റാർക്കും വിട്ടുകൊടുക്കാതെ, അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അത് പിന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ആൾക്കാരെ നിങ്ങളുടെ ബൗണ്ടറിയിലേക്ക് നിങ്ങൾ കയറ്റാതിരിക്കുക. പിന്നെ ഹൃദയം അടച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പൂർണ്ണമായിട്ടും നല്ല എനർജി നമുക്ക് സ്വീകരിക്കാം, പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ഒരു കോൺവെർസേഷനോ ഒന്നും തന്നെ ആരിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യരുത്. ഇന്നൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു എനർജി നിങ്ങളിലേക്ക് സ്വീകരിക്കാനോ നിങ്ങളുടേതായിട്ടുള്ള നല്ല എനർജി അത് പ്രൊട്ടക്റ്റ് ചെയ്ത് എപ്പോഴും വെക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൃദയം ഓപ്പൺ ആക്കി വെക്കുക. പക്ഷെ നമുക്ക് ചുറ്റും ഒരു മതിലുണ്ടാക്കി വെക്കണമെങ്കിൽ ഹൃദയം നമ്മൾ തുറന്നു വെക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കൊരു ഭയം വേണ്ട, അത് ഭയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനർജി പ്രൊട്ടക്റ്റ് വെക്കണം എന്നുള്ളതാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് എംപ്റ്റി റൂമാണ്. അപ്പോൾ ഇത് പഴയ കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക്. ഇതൊരു എംപ്റ്റി റൂം എന്ന് പറയുന്നത് പഴയ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പോയി, പക്ഷെ പുതിയത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അതായത് പഴയതിനും പുതിയതിനും ഇടയ്ക്കുള്ള ഒരു സമയം, ഒരു പരിവർത്തനത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കുറച്ചൊന്ന് ഒരു നിശബ്ദതയിലിരിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നൊരു മൗനവ്രതം പോലെ കുറച്ച് സമയമെങ്കിലും നിങ്ങളൊന്ന് മൗനത്തിലിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ പക്ഷെ പുതിയ എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. ഇത് ടെമ്പിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രാർത്ഥന വേണമെന്നാണ് കാണുന്നത് കേട്ടോ. പൂർണ്ണമായും ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വേണം, ധ്യാനം വേണം. നിങ്ങൾ ഇന്നത്തെ ദിവസം ഇതിലൊരു പിരമിഡും ഉണ്ട്. അപ്പം ഇന്ന് നിങ്ങൾ ശരിക്കും ഇന്ന് പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ വേണം എന്നാണ് കാണുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം പുറത്തുള്ള ആ ഒരു ഗൈഡൻസ് എടുക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു ഗൈഡൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എന്താണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ഗൈഡൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രാർത്ഥന ചെയ്താൽ ആ ഒരു പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യണം എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ഇത് ടെമ്പിൾ പാത്ത് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ക്ഷേത്രമാണ്. നമ്മളുടെ ശരീരം തന്നെയാണ് നമ്മളുടെ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പം ആ ക്ഷേത്രത്തിലെ ഉള്ളിലിരിക്കുന്ന ആ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവാണ്. അപ്പം അത് നമ്മളിലേക്ക് തിരിഞ്ഞൊന്ന് ഇന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ്. ഇപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പകലിലുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. ഒരു വർഷത്തിലെ ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന പകല് കൂടുതലുള്ള ദിവസമാണ് ജൂൺ 21. ഞാനിത് ആദ്യം പറയാൻ മറന്നുപോയി കേട്ടോ. ഇത് പറഞ്ഞു വന്നപ്പോൾ ഈ കാർഡുകളുമായി ബന്ധപ്പെട്ട ആ മെസ്സേജ് തന്നെ കിട്ടിയതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ രാവിലത്തെ മെസ്സേജിൽ തന്നെ നിങ്ങൾക്കത് പറഞ്ഞുതരാൻ പറ്റിയത്. അപ്പോൾ ഇതിൽ സൂര്യൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്, ആകാശത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ടാണ് പകല് ഏറ്റവും കൂടുതലും രാത്രി കുറവായിരിക്കും ഇന്നത്തെ ദിവസം. പിന്നെ ഈ ഒരു ദിവസത്തിന് ശേഷമാണ് പകല് കുറയാൻ തുടങ്ങുന്നതാണെന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ ശരിക്കും ആത്മീയ പ്രാധാന്യമുണ്ട് കേട്ടോ ഇതിൽ ശിവഭഗവാൻ സപ്തർഷിമാർക്ക് യോഗജ്ഞാനം നൽകി തുടങ്ങിയ കാലഘട്ടമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് ജപം, ധ്യാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഞാനിത് ഓർക്കാതെ തന്നെ ഇതിൽ വന്ന മെസ്സേജ് ഇന്നത്തെ ദിവസം പോസിറ്റീവായിട്ട് ഇരിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, നമുക്ക് ആവശ്യമുള്ള മാത്രം കാര്യങ്ങൾ ഇങ്ങനെ അഫർമേഷനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഇത് അറിയാതെ തന്നെ വന്നൊരു മെസ്സേജാണ്. ചിലപ്പോൾ ഈ ഒരു കാർഡുകൾ എടുത്തുകൊണ്ടായിരിക്കും ഇതെനിക്ക് പറയാൻ പറ്റിയത്. നേരത്തെ അറിയായിരുന്നെങ്കിലും ഞാനിത് മറന്നു കേട്ടോ ആദ്യം പറയാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും പോസിറ്റീവായിട്ടിരുന്ന് നല്ലപോലെ പ്രാർത്ഥിക്കുകയും എപ്പോഴും മെഡിറ്റേഷൻ്റെ ആ ഒരു ഇതിലേക്ക് ഇരിക്കുകയും നമ്മളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയും മാത്രമല്ല നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു, അങ്ങനെയുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് പ്രസന്റ് ടെൻസിൽ നടക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇന്ന് മാക്സിമം നെഗറ്റിവിറ്റി ഒഴിവാക്കുക. മറ്റുള്ളവർ പറയുന്ന ആരെയും കുറ്റം പറയാതിരിക്കുക, മറ്റുള്ളവർ പറയുന്ന നെഗറ്റിവിറ്റി ഒന്നും കേൾക്കാതിരിക്കുക. ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇന്ന് നിങ്ങൾ ഏറ്റവും നല്ല പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഇന്നും ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. അപ്പം അത് മനസ്സിലാക്കി വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.